നമസ്കാരം. ഡിവൈഎഫ്ഐക്കാരന് എന്ത് പോലീസ്, എന്ത് സബ് ഇൻസ്പെക്ടർ, എന്ത് പോലീസ് വണ്ടി. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ജില്ലയിലെ നഗരൂരിൽ നടന്ന ചില സംഭവ വികാസങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയാണ്. ഡിവൈഎഫ്ഐ പ്രവർത്തകർ പോലീസുകാരനെ വിളിക്കുന്ന തെറി കേട്ടിട്ട് ചെവി പൊത്തി ആളുകൾ ഓടുകയാണ്. ഒരു പോലീസ് ഉദ്യോഗസ്ഥനോടാണ്, അതും ഒരു നിയമ പാലനത്തിന് ശ്രമിച്ച ഒരു പോലീസ് ഉദ്യോഗസ്ഥനോടാണ് ഈ പറയുന്നത്. പോലീസുകാരൻ ചോദിക്കുന്നുണ്ട്, നീയാണ് എനിക്ക് ജോലി വാങ്ങി തന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ വാങ്ങിക്കൊടുത്തവരുണ്ടാകും. അവർക്ക് ചിലപ്പോൾ ഡിവൈഎഫ്ഐക്കാരന് മുന്നിൽ കുനിഞ്ഞു നിൽക്കേണ്ട കാര്യമുണ്ടായിരിക്കും, അല്ലെങ്കിൽ തൊഴുത് കുമ്പിട്ട് നിൽക്കേണ്ട കാര്യമുണ്ടായിരിക്കും. ഈ ഉദ്യോഗസ്ഥന് ഷനസ് എന്ന മറ്റാ പേരും തോന്നുന്നു, അദ്ദേഹത്തിന് അതില്ല. എന്തായാലും രണ്ടുപേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. 24 മണിക്കൂർ കഴിഞ്ഞാണ് കസ്റ്റഡിയിൽ എടുത്തത്. മാധ്യമങ്ങളിലൊക്കെ വാർത്ത വന്നതിന് ശേഷം, അത് വലിയ ചർച്ചയായതിനു ശേഷമാണ് കസ്റ്റഡിയിൽ എടുത്തത്. കാരണം ഡിവൈഎഫ്ഐക്കാരനല്ലേ, ഡിവൈഎഫ്ഐക്കാരനെയും SFIക്കാരനെയും ഒക്കെ കസ്റ്റഡിയിൽ എടുക്കാൻ പോലീസിന് പേടിയാണ്. തെറി പറയും, തല്ലും, കൊല്ലും. കണ്ടില്ലേ തിരുവനന്തപുരത്ത് ഒരു ഒരു പോലീസുകാരനെ SFIക്കാർ സിവിൽ വേഷത്തിലെത്തിയ പോലീസുകാരനെയും കുടുംബത്തെയും ആക്രമിച്ചു. എന്നിട്ട് ഈ പോലീസുകാരനെതിരെ കേസെടുത്തു, കുടുംബത്തിനെതിരെയും കേസെടുത്തു. ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. CPM എന്ന പാർട്ടി ഭരിക്കുമ്പോൾ ഇതിലപ്പുറവും സംഭവിക്കും. ഇവിടെ ഭരണമല്ല നടക്കുന്നത്, CPM എന്ന പാർട്ടിയുടെ തോന്നിയാസവും തന്റെ ഇടം കാണിക്കലും അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി എല്ലാവരെയും ദുരുപയോഗം ചെയ്യലും അവർ പറയുന്നതിനപ്പുറം ഒന്നുമില്ല ഇന്ന് വരുത്തി തീർക്കലുമാണ്. ഇത് തന്നെയായിരുന്നു ബംഗാളിലും ത്രിപുരയിലും ഒക്കെ സംഭവിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ട് ഇപ്പോൾ കൈരളിയുടെ ഒരു വാർത്ത കണ്ടു. ഉടൻ തന്നെ ബംഗാളിൽ ഭരണം പിടിക്കും എന്ന് MA ബേബിയുടെ ഒരു പ്രസ്താവന കണ്ടു. ബംഗാളിൽ ഭരണം പിടിക്കാൻ പോയിട്ട് അവിടെ CPMന്റെ C എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ K എന്ന് പറഞ്ഞാൽ അടി കിട്ടുന്ന അവസ്ഥയിലാണ് ഇപ്പോഴും. ഈ പാർട്ടി ഓഫീസുകളൊക്കെ ഓലപ്പുരകളും വിറകുപുരകളും ഷെഡുകളും ബാർബർ ഷോപ്പുകളുമായി മാറി കഴിഞ്ഞിട്ട് എത്രയോ കാലമായി. ഈ ഭരണം പിടിക്കുന്നു പറഞ്ഞ് നടക്കുക ഇപ്പോഴും. ഇതുപോലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും ഇല്ലാത്ത കഥകൾ ഇങ്ങനെ പറഞ്ഞ് മേനെ നടിച്ച് നടക്കാനും ഒക്കെ CPMകാരെ കൊണ്ട് കൊള്ളുകയുള്ളൂ. പോലീസുകാരെ ആക്രമിക്കും, പോലീസുകാരെ തെറിവിളിക്കും, പോലീസുകാരെ തല്ലും, എന്തും ചെയ്യും. പോലീസുകാർ നോക്കി നിൽക്കും, കൈ കെട്ടി കൊള്ളും. എന്തൊരു രാഷ്ട്രീയ ഭീകരാവസ്ഥയാണ് ഇവിടെയുള്ളത്. CPM എന്ന പാർട്ടിയുടെ നേതൃത്വത്തിൽ ഒരു സർക്കാർ ഇവിടെ ഭരിക്കുകയാണ്, ഇലക്ഷൻ വരികയാണ്. ഡിവൈഎഫ്ഐക്കാരാണ് ഈ ചെയ്യുന്നത്. ഇത് ജനങ്ങൾ മുഴുവൻ കാണില്ലേ? എന്തുണ്ടെങ്കിലും മര്യാദയ്ക്ക് പറയാനും മര്യാദയ്ക്ക് പെരുമാറാനും നിയമത്തിന്റെ ഭാഗത്തുനിന്ന് ചിന്തിക്കാനും ഈ സഖാക്കൾക്ക് എന്തേ പറ്റാത്തത്? കാരണം അവരുടെ ആ ജീൻ അങ്ങനെയാണ്, അവരുടെ ആ ബ്ലഡ് അങ്ങനെയാണ്. അതാണ് ശീലിച്ചിരിക്കുന്നത്. ഏകാധിപത്യം, മറ്റുള്ളവരെ അടിച്ചമർത്തൽ, നിയമവാഴ്ചയെ വെല്ലുവിളിക്കൽ, ജനങ്ങളെ വെല്ലുവിളിക്കൽ, ജനങ്ങളെ ആക്രമിക്കൽ, അസഭ്യം പറയൽ, പോലീസ് സംവിധാനത്തെ ചോദ്യം ചെയ്യൽ, കോടതിയെ ചോദ്യം ചെയ്യൽ, ഇതൊക്കെ തന്നെയാണ് CPM കാലങ്ങളായി ഇവരുടെ ഭരണത്തിന് കീഴിൽ ഈ 2 പ്രാവശ്യവും അനുവർത്തിച്ചു പോരുന്നത്. അത് തുടരും ഇവർ എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഇവരുടെ അഹങ്കാരമാണ്. എത്ര നീചമായിട്ടാണ് പെരുമാറുന്നത്, അസഭ്യം പറയുന്നത് ഒരു യൂണിഫോം ഇട്ട പോലീസ് ഉദ്യോഗസ്ഥനെ. വേറെ ഏതെങ്കിലും സംസ്ഥാനത്താണെങ്കിൽ ഇതൊക്കെ നടക്കില്ല. UP ചെന്ന് പോലീസുകാരെ തെറി പറഞ്ഞ് നോക്കി വിവരമറിയും. ഇവിടെ പാവം പോലീസുകാരൻ കേട്ടോണ്ടിരിക്കുക. എന്നിട്ട് 2 പേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. 1-ാം പ്രതിയും 3-ാം പ്രതിയും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. എന്താണ്, കുറച്ച് കഴിയുമ്പോൾ സ്റ്റേഷൻ ജാമ്യത്തിലോ അല്ലെങ്കിൽ കോടതിയിൽ നിന്ന് ജാമ്യം എടുത്ത് അവരെ അങ്ങ് വിട്ടയക്കും. കേസും കാണൂല, ഒന്നും കാണൂല, പരാതിയുമില്ല, ഒന്നുമില്ല. CPMന്റെ ആധിപത്യം, CPMന്റെ കടന്നുകയറ്റം. CPM ജനജീവിതത്തെ ഇല്ലാതെയാക്കുന്നു, ജനങ്ങളെ തന്നെ വെല്ലുവിളിക്കുന്നു. കേരള സമൂഹത്തെ CPM വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഓരോ ദൃഷ്ടാന്തങ്ങളായിട്ട് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു.